നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അതിനൂതന DNA സാങ്കേതിക വിദ്യയിലൂടെ 8 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ബലാത്സംഗ കേസിന്റെ ചുരുളഴിച്ചിരിക്കുകയാണ് ദുബായ് പോലീസ്. 2011 അൽ റഫ പോലീസ് സ്റ്റേഷനിൽ വന്ന കേസിനാണ് വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു അറബ് വനിതയെ അജ്ഞാതൻ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു കേസ്. എന്നാൽ പ്രതിയാരെന്ന് തിരിച്ചറിയാൻ ആവശ്യത്തിന് തെളിവുകൾ ലഭ്യമായിരുന്നില്ല. തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും കേസ് എഴുതി തള്ളിയിരുന്നില്ല എന്ന് കുറ്റാന്വേഷണ വിഭാഗം അസിസ്റ്റന്റ് കമാൻഡർ മേജർ ജനറൽ ഖലീഫ് ഇബ്രാഹിം അൽ മൻസൂരി പറഞ്ഞു. പ്രതി അവശേഷിപ്പിച്ചു പോയ ഒരേയൊരു തെളിവ് കാലം ഇത്രയും സൂക്ഷിച്ചു വച്ചിരുന്നു. കുറ്റവാളിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടർന്നിരുന്നു. ഇപ്പോൾ നവീന സാങ്കേതിക വിദ്യയുടെ പ്രയോഗത്തിലൂടെ അത് സാധ്യമാവുകയും ചെയ്തു. പ്രതിയെ തിരിച്ചറിഞ്ഞ് അന്വേഷിച്ചെങ്കിലും ഇയാൾ ഇതിനകം മരിച്ചതായി വ്യക്തമായി. ലഭിച്ച തെളിവുകൾ ഉപയോഗിച്ച് നടത്തിയ DNA പരിശോധനയിൽ പ്രതിയുടെ സഹോദരനുമായി സാമ്യം കണ്ടെത്തി. ദുബായിൽ ഒരു കൊടിയ കൊലപാതകം ചെയ്ത കക്ഷിയാണ് ഇയാൾ. ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അബ്ദുള്ള ഖലീഫ അൽമറി പോലീസ് വിദഗ്ധരുടെയും ഫോറൻസിക് വകുപ്പിന്റെയും പ്രയത്നങ്ങളെ അഭിനന്ദിച്ചു. ശാസ്ത്രീയ കുറ്റാന്വേഷണത്തിന്റെ നൂതനമായ സാങ്കേതിക വിദ്യയാണ് DNA പരിശോധന. കുറ്റവാളികളെ കണ്ടെത്താനും പിതൃത്വ പരിശോധനയ്ക്കും ലോകമെങ്ങും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു വരുന്നുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഓരോ കോശത്തിന്റെയും ജീനുകൾ അടങ്ങിയ 46 ക്രോമോസോമുകൾ ഉണ്ടാകും. ഇവയിൽ 23 പിതാവിൽ നിന്നും 23 മാതാവിൽ നിന്നും ലഭിക്കുന്നതാണ്. ക്രോമോസോമുകളുടെ അടിസ്ഥാനം DNA അഥവാ ഡിയോക്സിറൈബോന്യൂക്ലിക് ആണ്. ഒരു കോശത്തിലെ DNAയിലെ ജീനുകൾ പ്രസ്തുത കോശത്തിലെ പ്രവർത്തനത്തിന് ആവശ്യമായ തോതിൽ പ്രോട്ടീനുകൾ നിർമ്മിക്കാൻ നിർദ്ദേശം നൽകുന്നു. ഡിയോക്സിറൈബോന്യൂക്ലിയോടൈഡുകൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകൾ കൊണ്ട് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇവിടെയുള്ള ഇടവിട്ടുള്ള ഷുഗർ ഫോസ്ഫേറ്റ് അവശിഷ്ടങ്ങളാണ് പ്രസ്തുത തന്മാത്രയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നത്. പിരമിഡിൻ ബേസുകളെ ഈ നട്ടെല്ലിനോട് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഡിയോക്സിറൈബോന്യൂക്ലിയോടൈഡുകളാണ്. പിരമിഡിൻ ബേസുകളുടെ അനുക്രമമാണ് ഓരോ DNAയ്ക്കും ഓരോ വ്യക്തിത്വം സമ്മാനിക്കുന്നതെന്ന് പറയാം. കുറ്റമറ്റ രീതിയിൽ സാമ്പിളുകൾ ശേഖരിച്ചാൽ മാത്രമേ DNA അപഗ്രഥന രീതി പൂർണ്ണമായും വിജയിക്കുകയുള്ളൂ. രക്തമാണ് ശേഖരിക്കുന്നതെങ്കിൽ ഹൈപ്പാരിനോ EDTA ചേർത്ത് രക്തം നന്നായി സംരക്ഷിക്കണം. രക്ത ഉമിനീർ കറകൾ വസ്ത്രത്തിലോ മറ്റോ ആണെങ്കിൽ ഇവ നന്നായി ഉണക്കിയ ശേഷം ശേഖരിക്കണം. കൊല്ലപ്പെട്ടയാളിന്റെയോ അല്ലെങ്കിൽ സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച കുറ്റവാളിയെന്ന് സംശയിക്കപ്പെടുന്ന അയാളിന്റെയോ എന്തെങ്കിലുള്ള DNA സാമ്പിളുകൾ ഒരേ സമയം വിശകലനത്തിന് വിധേയമാക്കി സാമ്യമുള്ളവ തിരിച്ചറിഞ്ഞാണ് കുറ്റവാളിയെ കണ്ടെത്തുന്നത്. ഓരോ മനുഷ്യന്റെയും വ്യത്യസ്തമായുള്ള DNA ഘടന അടിസ്ഥാനമാക്കിയാണ് ഈ പരിശോധന നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.